എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഞങ്ങളൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് ഓടിക്കോളി ഇട്ടാ. അപ്പോൾ ഞാൻ ചൂടിന് കഴിക്കാൻ പറ്റിയ ഒരു നല്ല മാങ്ങ വെച്ചിട്ട് അടിപൊളി ഒരു ഡിസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തണുപ്പിച്ചാലും ഇനിയിപ്പോൾ ഉണ്ടാക്കിയ പാട് കുടിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. നമ്മളെ പാകിസ്ഥാനി പുളിയില്ലാത്ത മാങ്ങയാണേ. ഒരു കപ്പ് അരിപ്പൊടി. അപ്പോൾ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അത്രയും എടുക്കാം കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തത്. അത് ചൂടുവെള്ളത്തിലൊന്ന് കുഴക്കുന്നുണ്ട് കേട്ടോ. തിളച്ച വെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നുള്ളത്. ഉപ്പിട്ട് കൊടുക്കണേ, ഉപ്പിടാൻ മറക്കണ്ടേ. അപ്പോൾ ഇതാ ഞാൻ ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചിട്ടില്ല, ഒന്ന് ഇങ്ങനെ നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു പകുതി മാങ്ങ എടുത്തിട്ട് മിക്സിയിൽ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ കുഴക്കണം കേട്ടോ. ചൂടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് കുഴക്കുന്നുള്ളത്. ഇപ്പോൾ ഇതാ ഞാനില്ല മാങ്ങ അരിപ്പൊടി എല്ലാം കൂടെ വെച്ചത് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് എളുപ്പം തീരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഈ കളർ എന്താണെന്ന് വെച്ചാൽ ഞാൻ അരിപ്പൊടി മേലെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ആവി ഒന്ന് കയറ്റിയെടുക്കട്ടെ. ആവി കയറ്റിയെടുക്കുമ്പോൾ നല്ല യെല്ലോ കളറായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. മാങ്ങ ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് വെക്കുന്ന സമയം ഇങ്ങനെ പിന്നെ കട്ടിയാവുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ആവി കയറ്റുന്നുണ്ട്. ഇതാ ഞാൻ 1/2 ലിറ്റർ പാലൊഴിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കുറുക്കിയെടുക്കണോ. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. പഞ്ചസാരൻ്റെ അളവ് ഞാനിവിടെ കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാലോ, കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെയാണ് എല്ലാവരും എടുക്കുക. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള പിന്നെ ഇതിന് പഞ്ചസാര ഇടാം. മധുരത്തിന് കണക്കാക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അതാ 2 സ്പൂണ് ഇത് കസ്റ്റാർഡിൻ്റെ പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. ചെറിയ സ്പൂണായത് കാരണമാണ് ഞാൻ അത്ര എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് ലേശ വെള്ളത്തിൽ കലക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാനൊരു 4 ഏലക്കായ എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ പാലിവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ പാൽ ഇതാ ഇവിടെ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ, കൈ വെക്കാതെ ഇളക്കി കൊടുക്കണേ, കട്ട കിട്ടിപ്പോവും. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഒന്നിങ്ങനെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇറക്കിയെടുക്കാം. കുറച്ചും കൂടെ പാല് ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് നല്ലോണം കട്ടിയായിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കാം. ഉരുട്ടിയിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ അരിപ്പൊടിയും മാങ്ങയും കൂടെ വേവിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കസ്റ്റാർഡും പാലും കൂടെ കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്കായ ഞാൻ എടുത്ത് മാറ്റുന്നില്ല, അങ്ങനെ ഇട്ട് കൊടുക്കണം. ഇളഞ്ഞ ചൂടോട് കൂടിയിട്ട് നമുക്കത് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മാങ്ങ അന്നേരം മെഷീനിൽ അടിച്ചിട്ട് പിന്നെ കുറച്ച് സമയം ഞാനിതാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടൊന്ന് അപ്പം മാങ്ങ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് വേഗം പാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഇങ്ങനൊരു ഡിസേർട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു ഡിസേർട്ട് ഉണ്ടാക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. വലിയവർക്കും തണുപ്പിച്ചിട്ടും കുടിക്കാം, ഇങ്ങനെയും കുടിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒന്ന് കാപ്പാടിനെ സപ്പോർട്ട്. വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരയ്ക്കും. ഓക്കെ, ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.